എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പറയുന്നത് 1660-നും 1670-നും ഇടയിലുള്ള ഇന്ത്യയെക്കുറിച്ചാണ്. അന്നത്തെ പോർട്ടുഗീസുകാരുടെ അവസ്ഥ വളരെ ദുർബലമായിരുന്നു. അവർ ഗോവ, ഡാമൻ, ഡിയു, ബേസിൻ എന്നിവിടങ്ങളിൽ മാത്രമായി ഒതുങ്ങി. ഡച്ചുകാർ വലിയ ശക്തിയായി മാറി. സൂറത്ത്, നാഗപട്ടണം, പിന്നെ മലബാർ തീരങ്ങളൊക്കെ അവർ ആധിപത്യം സ്ഥാപിച്ചു. ബ്രിട്ടീഷുകാരും ശക്തി നേടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ബോംബെ ലഭിച്ചു 1662-ൽ ബ്രിട്ടീഷ് രാജാവിന്. അത് പിന്നീട് 1668-ലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുന്നത്. അത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നാണ് ബോംബെ അറിയപ്പെടുന്നത്. 1664-ലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അവർ ഇന്ത്യയിൽ വരികയും ഇവിടെ സൂറത്ത്, മസൂരിപട്ടണം എന്നീ സ്ഥലങ്ങളിൽ കേന്ദ്രങ്ങൾ പണിയുകയും ചെയ്തു. കോൾബർട്ട് എന്ന ഒരു ഫിനാൻസ് മിനിസ്റ്റർ, ലൂയി 14-ാം രാജാവിൻ്റെ ഫിനാൻസ് മിനിസ്റ്ററാണ് ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അതുപോലെ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഷാജഹാൻ്റെ മരണം 1666-ലായിരുന്നു. 1658 മുതൽ 1707 വരെ ഇന്ത്യയിൽ ഭരണം നടത്തിയ മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബിൻ്റെ കാലത്താണ് മുഗൾ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ശക്തിയിൽ എത്തിയതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഇന്നിവിടെ പറയുന്നത് മറാത്ത ഭരണാധികാരിയായിരുന്ന ഛത്രപതി ശിവജിയെക്കുറിച്ചാണ്. ശിവജിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹം ഒരു റൂളർ ആയിരുന്നു, ലോക്കൽ റൂളറായിരുന്നു. അദ്ദേഹം ഒരു രാജപരമ്പരയിൽപ്പെട്ട ആളായിരുന്നില്ല. അദ്ദേഹം ഒരു ബോൺസ്ലെ ഫാമിലിയിൽപ്പെട്ട ആളായിരുന്നു. വെരിയർ യോദ്ധാവിൻ്റെ ഫാമിലിയിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം 1665-ലെ പുരന്ദർ ഉടമ്പടി പ്രകാരം കോട്ടകളെല്ലാം മുഗളന്മാർക്ക് നൽകേണ്ടി വന്നു. തൻ്റെ മകൻ സാംബജിക്ക് മുഗൾ സൈന്യത്തിൽ ചേരേണ്ടി വന്നു. പുരന്ദർ ഉടമ്പടിയുടെ ഭാഗമായി അദ്ദേഹത്തിന് ആഗ്ര ഫോർട്ടിലേക്ക് പോകേണ്ടി വന്നു. ഔറംഗസേബിൻ്റെ തലസ്ഥാനമാണ് ഈ ആഗ്ര കോട്ട എന്ന് പറയുന്നത്. അവിടെ വെച്ച് ശിവജി അവമാനിക്കപ്പെട്ടു. അദ്ദേഹത്തിന് നല്ല മുൻനിരയിൽ ഇരിപ്പിടം നൽകിയില്ല, പല രീതിയിലും അവമാനിച്ചു. ഇതിൽ അദ്ദേഹം ശക്തമായി പ്രതിഷേധിക്കുകയും ഉറക്കെ അലറിക്കൊണ്ട് ഇറങ്ങി പോവുകയും ചെയ്തു. അദ്ദേഹം ആദ്യമായിട്ടാണ് ഔറംഗസേബിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരാൾ ഇത്ര ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നത്. ഉടനെ ഔറംഗസേബ് അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. ഒരുപാട് ചാരന്മാർ, ഒരുപാട് ഗാർഡ്, സംരക്ഷകരൊക്കെ ഉള്ള ഒരു വീട്ടിലാക്കി. അവിടെ അദ്ദേഹം രോഗബാധിതനായി അഭിനയിച്ചു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അല്ലാതെ പുറത്ത് കിടക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ എല്ലാ ദിവസവും സാധുക്കളായ ഹിന്ദു സന്യാസിമാർക്ക് ഫ്രൂട്ട്സും ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും അങ്ങനെ വലിയ മരത്തിൻ്റെ ബോക്സിൽ ഇതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഈ ശിവജിയും ഒരു ബോക്സ് ശിവജിയും മറ്റൊരു ബോക്സിൽ സാംബജിയും ഈ വുഡൻ ബോക്സിൽ പുറത്തേക്ക് കിടക്കുകയും രക്ഷപ്പെടുകയും മറാത്തിലെത്തുകയും ചെയ്തു. പിന്നെ മറ്റൊരു അഭിപ്രായമുള്ളത് അദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയുടെ വേഷം ധരിച്ച് പുറത്തിറങ്ങുകയും അങ്ങനെ ഇവിടെ മഹാരാഷ്ട്ര എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ പുറകെ പോവുകയോ അദ്ദേഹത്തെ പിന്തുടരുകയോ ഒന്നും ചെയ്തില്ല. അതിനുള്ള കാരണം അദ്ദേഹം പറഞ്ഞു, വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണാം. ഏതായാലും 1680 ശേഷം മറാത്ത സാമ്രാജ്യത്തെ പൂർണ്ണമായും ഔറംഗസേബ് കൈപ്പിടിയെടുക്കുന്നതായാണ് നമ്മൾ കാണുന്നത്.